ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമ്മൾ സ്റ്റെബിലൈസേഷനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലൈം സ്റ്റെബിലൈസേഷൻ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത നാലാമത്തെ മെത്തേഡാണ് ഏതാണ്? ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ. ഏതാണ്? ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ. ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൈ ആഷ് ഈസ് എ കോൾ കമ്പഷൻ പ്രോഡക്റ്റ് that is composed of the fine particles of the burnt fuel that are driven out of coal-fired boilers. അതായത് കോൾ യൂസ് ചെയ്തിട്ടുള്ള ബോയിലേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കമ്പഷൻ പ്രോഡക്റ്റിന്, കോൾ കമ്പസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഫൈൻ പാർട്ടിക്കിൾസോട് കൂടിയ ആ ഒരു ബൈ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. Class C fly ash and class F product blends can be used in numerous geotechnical applications common with highway construction. നമുക്ക് അതിൽ തന്നെ ഈ ഫ്ലൈ ആഷിന് തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ തന്നെ ക്ലാസ് സി ഫ്ലൈ ആഷും ഉണ്ട്, ക്ലാസ് എഫ് ഫ്ലൈ ആഷും ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ കണ്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ്, പല പെർസെൻറ്റേജ് അതിൻ്റെ കണ്ടൻറ്റ്. അതൊന്നും നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഇത്രയും ഓർക്കുക, ക്ലാസ് സി ഫ്ലൈ ആഷും ക്ലാസ് എഫ് ഫ്ലൈ ആഷും അതാണ് നമ്മൾ കോമൺ ആയിട്ട് ജിയോ ടെക്നിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മെയിനായിട്ടും ഹൈവേ കൺസ്ട്രക്ഷൻസിൽ ഈ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? ടു എൻഹാൻസ് ദ സ്ട്രെങ്ത് പ്രോപ്പർട്ടീസ്. ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ എന്തിനു വേണ്ടി ചെയ്യുന്നു? ടു എൻഹാൻസ് ദ സ്ട്രെങ്ത് പ്രോപ്പർട്ടീസ്. സ്ട്രെങ്ത് ക്യാരക്ടറിസ്റ്റിക്സ്, സോയിലിൻ്റെ സ്ട്രെങ്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് സ്റ്റെബിലൈസ് എംബാക്ക്മെൻറ്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എംബാക്ക്മെൻറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇപ്പോൾ റോഡിന് എംബാക്ക്മെൻറ്റ്സ്, റോഡിനും അതുപോലെ റെയിൽവേക്കും ഒക്കെ, റെയിൽവേ പാളത്തിനൊക്കെയാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതൊക്കെ എംബാക്ക്മെൻറ്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു കൺട്രോൾ ഷ്രിങ്ക് സ്വെൽ പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പാൻസീവ് സോയിൽസ് ഉണ്ടല്ലോ, അതായത് പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യും സ്വെല്ല് ചെയ്യും, അങ്ങനെ പെട്ടെന്ന് തന്നെ ഷ്രിങ്കിങ്ങും സ്വെല്ലിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് സോയിൽസ് എക്സ്പാൻസീവ് സോയിൽസിനെ ആ ഒരു ഷ്രിങ്കേജ് ആൻഡ് സ്വെല്ലിംഗ് പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഡ്രൈയിങ് ഏജൻറ്റ് ടു റെഡ്യൂസ് സോയിൽ മോയ്സ്ചർ കണ്ടൻസ് ടു പെർമിറ്റ് കോമ്പാക്ഷൻ. ഇതൊരു ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് ഒരു ഡ്രൈയിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഫ്ലൈ ആഷ് ഒരു ഡ്രൈയിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഡ്രൈയിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോയ്സ്ചർ കണ്ടൻറ്റ് കുറയ്ക്കാൻ നോക്കുന്നു. നമ്മുടെ ആ ഒരു സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറച്ച് ആൻഡ് ടു പെർമിറ്റ് കോമ്പാക്ഷൻ. അപ്പോൾ ഒരുപാട് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടിയ സോയിലാണെങ്കിൽ നമുക്ക് കോമ്പാക്ഷൻ ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പോൾ ചെറുതായി നിങ്ങളൊരു എക്സാമ്പിൾ ഓർത്ത് വെച്ച് വെറുതെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പോൾ നല്ല ചെളിയാണ്, നമ്മൾ വയലിൽ നിന്നെടുത്തൊരു ചെളിയാണ്, അതിൽ നമ്മളിപ്പോൾ ഒരു ചുറ്റിക കൊണ്ട് ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് കോമ്പാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ? കോമ്പാക്റ്റ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? വേറെ ഒത്തിരി ഉറപ്പുള്ള നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സോയിലിനെ എന്നാൽ ഇടിച്ച് കോമ്പാക്റ്റ് ചെയ്യാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അന്നേരം ഫ്ലൈ ആഷ് സ്റ്റെബിലൈസ്ഡ് സോയിലിൽ മോയ്സ്ചർ കണ്ടൻറ്റിനെ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു ഫ്ലൈ ആഷ്. അത് കാരണം തന്നെ കോമ്പാക്ഷൻ പ്രോസസ്സ് കുറേ കൂടി ഈസിയർ ആകുന്നു. ക്ലാസ് സി ഫ്ലൈ ആഷ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡ് അലോൺ മെറ്റീരിയൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സെൽഫ് സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ ആഷ് ആണെങ്കിലും ഏത് മെറ്റീരിയൽ ലൈം ഉപയോഗിച്ചാലും ഒക്കെ അതിൻ്റെ സിമെൻറ്റിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം ക്ലാസ് സി ഫ്ലൈ ആഷ് എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു സിമെൻറ്റിങ് പ്രോപ്പർട്ടി, സെൽഫ് സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടി വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്താണ്, ഈ ക്ലാസ് സി ഫ്ലൈ ആഷിൻ്റെ ഒപ്പം വേറൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട. സ്റ്റെബിലൈസ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ് സി ഫ്ലൈ ആഷ് മാത്രം യൂസ് ചെയ്താൽ മതി. ആഡ് ചെയ്യാൻ വേറെ അതിൻ്റെ കൂടെ സിമെൻറ്റോ അല്ലാതുള്ള സിമെൻറ്റിങ് മെറ്റീരിയൽസ് ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. Class F fly ash can be used in soil stabilization applications with the addition of a cementitious agent like lime kiln dust and cement. മനസ്സിലായോ? ക്ലാസ് എഫ് ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്താണ്,
ക്ലാസ് സി ഫ്ലൈ ആഷിനേക്കാളും സിമെറ്റിക് പ്രോപ്പർട്ടി കുറവാണ്. അതിനൊറ്റയ്ക്ക് അത് മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു സ്ട്രെങ്ത് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം സിമെറ്റിക് പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ആഡ് ചെയ്യാം. അത് ഏതൊക്കെയായിരിക്കും? സിമെറ്റിക് പ്രോപ്പർട്ടി കൂടുതലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അത് ഏതൊക്കെ? ലൈം ആഡ് ചെയ്യാം, ലൈം കിൻ ഡസ്റ്റ് ആഡ് ചെയ്യാം, അതുപോലെ സിമെൻറ്റ് അതുപോലുള്ള സിമെൻറ്റിങ് മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ കമ്പഷൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. അപ്പം അതിൽ തന്നെ ക്ലാസ് സി ഫ്ലൈ ആഷും ഉണ്ട്, ക്ലാസ് എഫ് ഫ്ലൈ ആഷും ഉണ്ട്. അതിൻ്റെ കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ട് അതിൽ ഈ ക്ലാസ് സി ഫ്ലൈ ആഷ് ആണെന്നുണ്ടെങ്കിൽ സിമെൻറ്റിങ് മെറ്റീരിയൽസ് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യാതെ നമുക്ക് ഒറ്റയ്ക്ക് അത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം, ബിക്കോസ് ഓഫ് ഇറ്റ്സ് എ സെൽഫ് സിമെൻറ്റിങ് പ്രോപ്പർട്ടി. അടുത്തത് ക്ലാസ് എഫ് ഫ്ലൈ ആഷ് ആണെങ്കിലോ അതിന് സിമെൻറ്റിങ് പ്രോപ്പർട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് എഫ് ഫ്ലൈ ആഷിൻ്റെ ഒപ്പം നമ്മൾ ലൈം കിൽഡ് സിമെൻറ്റ് ഇതിലേതെങ്കിലും ആഡ് ചെയ്ത ശേഷം വേണം സോയിൽ സ്റ്റെബിലൈസേഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഹൈവേ കൺസ്ട്രക്ഷനിലാണ് മെയിനായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. മറ്റ് ജിയോ ടെക്നിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഹൈവേ കൺസ്ട്രക്ഷനിലാണ് കൂടുതലായിട്ടും ഈ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അതിൽ ഉപയോഗിക്കുന്നത്? ടു സ്ട്രെങ്ത് പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എംബാങ്ക്മെൻറ്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷ്രിങ്ക് സോയിൽ പ്രോപ്പർട്ടീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡ്രൈയിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്ത് കോമ്പാക്ഷനെ കുറേ കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത്, the compression test provides a standard method for determining the compressive strength of cubes made with fly ash and water. നമ്മൾ നേരത്തെ വേറെ ഓരോന്നിൻ്റെയും സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അഡ്മിഷ്യസ് ആഡ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ആ മെത്തേഡ് വെച്ച് നമുക്ക് റിക്വയർഡ് സ്ട്രെങ്ത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലൈ ആഷും സിമെൻറ്റും കൂടെ ചേർന്നിട്ടൊരു മിക്സ് വെച്ച് നമ്മളൊരു ക്യൂബ് കാസ്റ്റ് ചെയ്യുന്നു. ക്യൂബ് കാസ്റ്റ് ചെയ്ത ശേഷം കംപ്രഷൻ ടെസ്റ്റിൽ വെച്ചിട്ട് നമ്മളതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നു. എത്രയാണ്? 7 days വിത്ത് സ്റ്റാൻഡേർഡ് മോയിസ്റ്റ് ക്യൂറിങ്. 7 days ക്യൂബ് സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഷ്യോ നമ്മൾ വാട്ടർ ഫ്ലൈ ആഷ് റേഷ്യോ എത്രയാണ്? 0.35 ആണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് മിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ക്യൂബാണ് കാസ്റ്റ് ചെയ്യുന്നതിൽ അതിനകത്ത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ടായിരിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതിൽ വാട്ടർ ഫ്ലൈ ആഷ് റേഷ്യോ ആണ്. സിമെൻറ്റിന് വരെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലൈ ആഷ് ഉപയോഗിക്കുന്നു. അപ്പോൾ വാട്ടർ ഫ്ലൈ ആഷ് റേഷ്യോ എത്രയാണ്? 0.35 വെച്ചിട്ടാണ് നമ്മൾ ക്യൂബ് കാസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ആ ഒരു ക്യൂബ് സ്ട്രെങ്തിനെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ആ ഒരു സിമെൻറ്റിങ് പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ പറ്റും. അത് കിട്ടുന്ന സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 3400 kPa ആണെന്നുണ്ടെങ്കിൽ വെരി സെൽഫ് സിമെൻറ്റിക് പ്രോപ്പർട്ടി ഒരുപാട് കൂടുതലുള്ള ടൈപ്പ് ഓഫ് ഫ്ലൈ ആഷ് ആണത്. അതുപോലെ 700 to 3400 താഴെ 700 വരെയാണെങ്കിൽ മോഡറേറ്റ്ലി സെൽഫ് സിമെൻറ്റിങ്. അതുപോലെ 700 kPa താഴെയാണ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതെങ്കിൽ നോൺ സെൽഫ് സിമെൻറ്റിങ്. അപ്പോൾ ഏതൊക്കെയാണ് വാല്യൂസ്? 700-ൽ താഴെ, 700-നും 3400-നും ഇടയിൽ, 3400-ൽ കൂടുതൽ. 700-ൽ താഴെയാണെങ്കിൽ എന്താണ്? നോൺ സെൽഫ് സിമെൻറ്റിങ്. 700-നും 3400-നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ്ലി സെൽഫ് സിമെൻറ്റിങ്. ഗ്രേറ്റർ ദാൻ 3400 ആണെങ്കിൽ വെരി സെൽഫ് സിമെൻറ്റിങ്. The use of fly ash in soil stabilization and soil modification may be subject to the local environmental requirements pertaining to leaching and potential interaction with the groundwater and adjacent water sources. Use of fly ash in അതായത് നമ്മൾ ഫ്ലൈ ആഷ് യൂസ് ചെയ്തിട്ട് സോയിൽ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ സോയിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സോയിൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഫീൽഡ്. നമ്മൾ ആദ്യം ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമുക്ക് സോയിലിലേക്ക് അപ്ലൈ ചെയ്ത് സോയിലിനെ കോമ്പാക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാം. മറ്റൊരു മെത്തേഡാണ് സോയിലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ സോയിലിനെ പുറത്തെടുത്തിട്ട് വേറൊരു മെറ്റീരിയലുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ അവിടെ കൊണ്ടുവന്നിട്ട് കോമ്പാക്ട് ചെയ്യുക. അങ്ങനെ അത് മോഡിഫിക്കേഷൻ, അവിടുത്തെ സോയിലിനെ മോഡിഫൈ ചെയ്യുന്ന പല രീതികളുണ്ട്. അപ്പോൾ അതുപോലെ സോയിൽ സ്റ്റെബിലൈസേഷൻ ആയാലും സോയിൽ മോഡിഫിക്കേഷൻ ആയാലും
ഫ്ലൈ ആഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ എൻവയോൺമെൻറ്റ്സിൻ്റെ എഫക്ട്സ് കൂടുതലുണ്ടായിരിക്കും. അത് ഏത് കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ലോക്കൽ എൻവയോൺമെൻറ്റ് അവിടുത്തെ ആ ഒരു ചുറ്റുപാടിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ ലോക്കൽ അത് കാരണം എന്തിനുള്ള ചാൻസ് ഉണ്ട്, ലീച്ചിങ്ങിനുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലീച്ചിങ്ങിനുള്ള സാധ്യതയുണ്ട്. ആൻഡ് പൊട്ടൻഷ്യൽ ഇൻട്രാക്ഷൻ വിത്ത് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് അഡ്ജസൻറ്റ് വാട്ടർ സോഴ്സസ്. അതായത് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണല്ലോ. ഫ്ലൈ ആഷ് ലീച്ചിങ്, അതായത് മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് വാട്ടറുമായിട്ടൊക്കെ കോണ്ടാക്ട്, ഗ്രൗണ്ട് വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്തുള്ള വാട്ടർ സോഴ്സസ് എന്നുള്ള വെള്ളം ഇവിടെ എത്തുവാണെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് വരിക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ഇതിൽ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാം, ഈ ഫ്ലൈ ആഷ് ലീച്ച് ഔട്ട് ചെയ്തു പോകാം, അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോ ഇപ്പോൾ പറഞ്ഞത്, ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അതായത് 7 days ക്യൂറിങ്ങിലൂടെയുള്ള കംപ്രസീവ് സ്ട്രെങ്ത് 0.35 വാട്ടർ ഫ്ലൈ ആഷ് റേഷ്യോയിലാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂസ് കിട്ടുന്ന ആ ഒരു കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്ത് നമുക്കതിൻ്റെ സിമെൻറ്റിംഗ് പ്രോപ്പർട്ടി എത്രയുണ്ടെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നേരം അതിങ്ങനെയാണ്, 700 താഴെയാണെങ്കിൽ, 700 താഴെയാണെങ്കിൽ നോൺ സെൽഫ് സിമെൻറ്റിംഗ് പ്രോപ്പർട്ടി ഇല്ല അതിന്. 700 to 3400 kPa ആണെങ്കിൽ മോഡറേറ്റ് വാല്യൂ ആണ്. അതുപോലെ ഗ്രേറ്റർ ദാൻ 3400 ആണെങ്കിൽ സെൽഫ് സിമെൻറ്റിംഗ് പ്രോപ്പർട്ടി ഒരുപാട് കൂടുതലാണ്. അതുപോലെ ഈ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസ്ഡ് സോയിലിന് എന്തൊക്കെ ലീച്ചിങ് ആണുള്ള സാധ്യതയുണ്ട്. അതായത് ഗ്രൗണ്ട് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്തുള്ള വാട്ടർ സോഴ്സസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴേക്ക് ലീച്ചിങ്ങിനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് ലീച്ച് ഔട്ട് ചെയ്ത് പോവുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റെബിലൈസേഷൻ്റെ എഫക്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഫ്ലൈ ആഷ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റെബിലൈസ് ബേസസ് ഓർ സബ്ഗ്രേഡ്സ്. ഇനി അതിൻ്റെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. എവിടെ യൂസ് ബേസസ് ആൻഡ് ആദ്യം പറഞ്ഞു ഹൈവേ കൺസ്ട്രക്ഷനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഹൈവേ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ റോഡിൻ്റെയൊക്കെ പേയ്മെൻറ്റ്സിൻ്റെയൊക്കെ ബേസും സബ്ഗ്രേഡും ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യാറുണ്ട്. To reduce lateral earth pressure and to stabilize embankments to improve slope stability. അതുപോലെ ഹൈവേസിലാണെങ്കിൽ എംബാങ്ക്മെൻറ്റ്സിൽ യൂസ് ചെയ്യും. ഇങ്ങനെയാണ് സ്ലോപ്പ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, എംബാങ്ക്മെൻറ്റ്സിൻ്റെ സ്ലോപ്പ് സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടി, കൊളാപ്സ് ചെയ്യാതെ ഫെയിലാകാതെ സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ടു ഇംപ്രൂവ് ദി ഷിയർ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത്, ഷിയർ സ്ട്രെങ്ത്. അതുപോലെ എന്താണ് ടു റെഡ്യൂസ് ലാറ്ററൽ എർത്ത് പ്രഷർ എന്താണ്, എംബാങ്ക്മെൻറ്റ്സിൻ്റെയൊക്കെ സൈഡിൽ നിന്നും ഇപ്പോൾ ഒരു റിട്ടൈനിങ് വാളാണെങ്കിൽ റിട്ടൈനിങ് വാളിൻ്റെ സൈഡിൽ നിന്നുള്ള സോയിലിൽ നിന്ന് ലാറ്ററൽ എർത്ത് പ്രഷർ, 2 സൈഡിൽ നിന്നും പ്രഷർ ആക്ട് ചെയ്യും. ആ ഒരു ലാറ്ററൽ എർത്ത് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സോയിൽ സ്റ്റെബിലൈസേഷൻ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ ചെയ്യാറുണ്ട്. ടിപ്പിക്കൽ സ്റ്റെബിലൈസ്ഡ് സോയിൽ ഡെപ്ത്സ് ആർ 15 to 46 സെൻറ്റിമീറ്റേഴ്സ്. ഈ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസ്ഡ് സോയിലിൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു 15 മുതൽ 46 സെൻറ്റിമീറ്റർ വരെ സോയിൽ ഡെപ്ത് നമുക്ക് ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷനിലൂടെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. The primary reason fly ash is used in soil stabilization applications is to improve the compressive and shearing strength of soil. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? കംപ്രസീവ് ആൻഡ് ഷിയറിംഗ് സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത്തും ഷിയറിംഗ് സ്ട്രെങ്ത്തും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. The compressive strength of fly ash treated soils dependent on എന്തിനെയൊക്കെ, അപ്പോൾ ഈ ഫ്ലൈ ആഷ് ആഡ് ചെയ്തിട്ട് ആ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെയിനായിട്ടും 4 ഫാക്ടേഴ്സാണ്. ഒന്നെന്താണ്, ഇൻ പ്ലേസ് സോയിൽ പ്രോപ്പർട്ടീസ്, നമ്മൾ ഏത് സോയിലാണ് ഈ ഫ്ലൈ ആഷ് അപ്ലൈ ചെയ്യുന്നത് ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ഈസ് ഡിലേ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലൈ ആഷ് മിക്സ് പ്രിപ്പയർ ചെയ്ത് അത് നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നതിന് ആ ഒരു താമസം, അതായത് ഇതിന് റിയാക്ഷൻസ് സംഭവിക്കുന്ന മെറ്റീരിയൽ അല്ലേ, അപ്പോൾ അത് അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പം റിയാക്ഷൻസ് സംഭവിക്കുക. അപ്പോൾ ആ ഒരു ഡിലേ ടൈം, അതിലെന്തുമാത്രം ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ സ്റ്റെബിലിറ്റി അറ്റൈൻസ് എന്ന് പറയുന്നത്.
മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റ് ദ ടൈം ഓഫ് കോമ്പാക്ഷൻ്റെ ടൈമിലെ മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞു ഏത് സ്റ്റെബിലൈസേഷനായാലും കോമ്പാക്ഷൻ ടൈം OMC ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് കോമ്പാക്ഷൻ സമയത്ത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിൽ വേണം, ആ ഒരു വാട്ടർ കണ്ടൻറ്റിൽ നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് എന്ന്. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റ് ടൈം കോമ്പാക്ഷൻ്റെ സമയത്തെ മോയ്സ്ചർ കണ്ടൻറ്റ് ഫ്ലൈ ആഷ് അഡിഷൻ റേഷ്യോ, നമ്മൾ ഫ്ലൈ ആഷ് എത്ര പെർസെൻറ്റേജ്, ഇത്ര സോയിലിന് ഇത്ര പെർസെൻറ്റേജ് എന്നൊരു ഒപ്റ്റിമം പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. ആ ഒരു പെർസെൻറ്റേജിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴായിരിക്കും മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്താണ്, ഇത്രയേ ഉള്ളൂ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ. ഇനി അടുത്തത് കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷൻ. Calcium chloride stabilization. The liquid calcium chloride injection is the simplest and most cost-effective way to add stability and strength to a recycled low volume road bed. അപ്പോൾ കാൽസ്യം ക്ലോറൈഡ് നമ്മൾ ഹൈവേ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഏതെന്ന് പറഞ്ഞു ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല മറ്റ് മെത്തേഡ് സ്ലൈമും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ ഫ്ലൈ ആഷ് സ്റ്റെബിലൈസേഷൻ കൂടുതൽ ചെയ്യുന്നത് ഹൈവേ കൺസ്ട്രക്ഷൻസിനായിരിക്കും. ഇനി കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൈക്കിൾഡ് ലോ വോളിയം റോഡ് ബെഡിനാണ്. അതായത് റീസൈക്കിൾഡ് ലോ വോളിയം റോഡ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റീസൈക്കിൾഡ് മെറ്റീരിയൽസ്, അതായത് ഇപ്പോൾ ക്രഷ്ഡ് സ്റ്റോൺസോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ റോഡ്സിൻ്റെയൊക്കെ പേയ്മെൻറ്റ്സിൻ്റെയൊക്കെ ബേസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ഈ റീസൈക്കിൾഡ് റോഡ് ബെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ബേസ് സബ്ഗ്രേഡും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നുള്ള ലേ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെയാണ് റീസൈക്കിൾഡ് റോഡ് ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ തിക്നെസ്സിലോ ഒന്നും വരത്തില്ല, വോളിയം കുറവായിരിക്കും. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ കാൽസ്യം ക്ലോറൈഡ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതായത് ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡാണ്. നമ്മൾ കാൽസ്യം ക്ലോറൈഡ് സാധാരണ ലിക്വിഡായിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് ഇഞ്ചെക്ഷൻ ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് വേ. അങ്ങനെയുള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളതും അതുപോലെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഇത് ഈ കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. Once the initial pulverization and rough grading are complete, calcium is sprayed on the reclaimed surface at a rate of about 3/4 of a gallon per square yard. നമ്മൾ ആദ്യം എന്താണ്, നമ്മളിപ്പോൾ ഒരു സബ്ഗ്രേഡിനെ ഇപ്പോൾ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ആ ഒരു റോഡ് ബെഡിനെയാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ റോഡ് ബെഡ് പ്രിപ്പയർ ചെയ്യുക, അത് പൾവറൈസ് ചെയ്യുക, അതുപോലെ റഫായിട്ടൊരു ഗ്രേഡിങ് ഒക്കെ ചെയ്യുക. അതായത് ഇപ്പോൾ വലിയ വലിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ റിമൂവ് ചെയ്ത് അതിനെ ഒന്ന് ലെവൽ ചെയ്യുന്ന ആ ഒരു ഇനിഷ്യൽ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാൽസ്യം ക്ലോറൈഡിൻ്റെ ആ ഒരു ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സർഫസിലേക്ക് അറ്റ് എ റേറ്റ് ഓഫ് എബൌട്ട് 3/4 ഓഫ് എ ഗാലൺ പെർ സ്ക്വയർ യാർഡ്. അതിൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും, 3/4 ഗാലൺ പെർ സ്ക്വയർ യാർഡ്. ഗാലൺ എന്ന് പറയുന്നത് ഒരു ഒരു യൂണിറ്റാണ്, US യൂസ് ചെയ്യുന്നൊരു യൂണിറ്റാണ്. അതെത്രയാണ്, നമ്മളിപ്പോൾ ലിറ്റർ പറയും, മീറ്റർ ക്യൂബ് ഒക്കെ പറയത്തില്ല, വോളിയത്തിൻ്റെ ക്വാണ്ടിറ്റി മെഷർമെൻറ്റിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ 3/4 ഓഫ് എ ഗാലൺ പെർ സ്ക്വയർ യാർഡ് എന്ന റേറ്റിലാണ് നമ്മൾ സാധാരണ ഈ കാൽസ്യം ക്ലോറൈഡ്. അപ്പോൾ അത് ഈ ഒരു യൂണിറ്റ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും അങ്ങനെ സാധാരണ കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുത്ത ആ ഒരു റെഫറൻസിൽ ഇതായിരുന്നു, ഇങ്ങനെ ആ ഒരു യൂണിറ്റ് ആയിരുന്നു. അതുകൊണ്ടേ ഉള്ളത്. The calcium is then mixed into the top few inches of the road using the reclaimer. റിക്ലൈമറും അങ്ങനെ ഒരു വലിയൊരു മെഷീനാണ്, വലിയ പ്രോജക്റ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കാൽസ്യമിസ് തന്നെ അത് നമ്മൾ ആദ്യം സ്പ്രേ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ആ ടോപ്പിൽ കുറച്ചൊരു പാർട്ടിലേക്ക് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നു റോഡ് യൂസിങ് അതിന് പ്രോപ്പറായിട്ടുള്ള ഏതെങ്കിലും ഒരു മെഷീൻ വെച്ചിട്ട് നമ്മളതിനെ റെക്ലൈമർ വെച്ചിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നു. Once final grading and compaction are finished, another 1/4 of a gallon per square yard is applied to the surface. ആദ്യം നമ്മൾ 3/4 gallon
ഗാലൺ പെർ സ്ക്വയർ യാർഡ് എന്നുള്ള റേറ്റിൽ അത് ഇട്ടു. ഇനി നമുക്ക് എത്രയുണ്ട്, 1/4 കൂടി ബാക്കിയുണ്ട്. അത് നമ്മൾ ആദ്യത്തെ സെറ്റ് ആ ഒരു കോമ്പാക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ഫൈനൽ ഗ്രേഡിങ്ങും കോമ്പാക്ഷനും ഒക്കെ കഴിഞ്ഞ ശേഷം ഫൈനൽ ലെയറായിട്ട് നമ്മൾ ഈ അടുത്ത ബാച്ച് ഓഫ് കാൽസ്യം ക്ലോറൈഡ് കൂടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അതിപ്പോൾ അതിനകത്ത് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് കൂടെ അതിനകത്ത് വരികയാണ്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഞാൻ ഈ ടോപ്പിക്സ് ഇന്നത്തോടെ നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ 3rd മൊഡ്യൂൾ തീരും. അപ്പോൾ അതിൽ ലാസ്റ്റ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കുണ്ട് ഈ കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് എന്നുള്ളത് ഞാൻ ഈ എല്ലാ മെത്തേഡിൻ്റെ ഒപ്പം അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സെപ്പറേറ്റ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് എന്നൊരു ടോപ്പിക് ഇല്ല. ഈ ഓരോ മെത്തേഡിലും നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷൻ ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് ആണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അത് എവിടെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, റീസൈക്കിൾഡ് റോഡ് ബെഡിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എത്ര റേറ്റ് ആണെന്ന് പറഞ്ഞു. ആദ്യം അപ്ലൈ ചെയ്യുന്നു, പിന്നെ മിക്സ് ചെയ്യുന്നു, കോമ്പാക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത ലെയർ ഇട്ട് ഫൈനൽ ലെയറായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് കോമ്പാക്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. ബെനിഫിറ്റ്സ് ഓഫ് ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് റോഡ് ഇഞ്ചക്ഷൻ. ഇങ്ങനെ നമ്മൾ ഈ ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്? റെഡ്യൂസ്ഡ് സസെപ്റ്റിബിലിറ്റി ടു ഫ്രീസ് തോ എഫക്ട്സ്. അതായത് ഇപ്പോൾ കോൾഡ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ, അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഒന്നും അധികം യൂസ് ചെയ്യാത്ത കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷൻ. ഫ്രീസ് തോ സൈക്കിൾസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം തണുത്ത പ്രദേശങ്ങളിൽ കോൾഡ് ക്ലൈമറ്റ് ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ഇപ്പോൾ ഈ റോക്കി സോയിലിൽ വാട്ടർ ഉണ്ടായിരിക്കും. ആ വാട്ടർ ഐസ് ആവുന്നു. അപ്പോൾ അത് ഐസ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, വോളിയം കൂടുന്നു. വോളിയം കൂടുമ്പം അതിന് കൂടുതൽ സ്പേസ് വേണം. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ സോയിൽ അല്ലെങ്കിൽ ആ റോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ ഇത് ബ്രേക്ക് ആവുന്നു, അതിൽ ക്രാക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ പിന്നെയും ഈ ടെമ്പറേച്ചർ അതിലും താഴുകയെന്ന് വെച്ചോ, പിന്നെയും വോളിയം കൂടുന്നു, ഐസ് കൂടി വരുന്നു. അപ്പോൾ അന്നേരത്തേക്കും എന്ത് ചെയ്യുന്നു, അങ്ങനെ അത് കാരണം ക്രാക്ക് കൂടി സോയിൽ സോയിൽ ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫ്രീസ് തോ സൈക്കിൾ ആക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിൽ, അങ്ങനത്തെ ഏരിയയിലൊക്കെ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ ഈ കാൽസ്യം ക്ലോറൈഡ്, ആ ഫ്രീസ് തോ സൈക്കിളിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷൻ സഹായിക്കുന്നു. ഇംപ്രൂവ്ഡ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാം. ഫെസിലിറ്റേറ്റഡ് കോമ്പാക്ഷൻ കുറച്ചുകൂടി ഈസി ആകുന്നു. ആൻഡ് ഡസ്റ്റ് കൺട്രോൾ. ഇത്രയാണ്. നമ്മൾ മറ്റു മെത്തേഡ് പോലെ ഡസ്റ്റ് കൺട്രോൾ, ലിക്വിഡ്സ് അങ്ങനെയല്ലേ നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പം കൂടുതൽ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് പോലും കൂടുതൽ ഡസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഡസ്റ്റ് കൺട്രോൾ ചെയ്യാനും ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ സഹായിക്കുന്നു. ഓക്കെ, ഹൗ ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് ആഡ് സ്ട്രെങ്ത് റോഡ്സിന് എങ്ങനെയാണ് ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് സ്ട്രെങ്ത് കൊടുക്കുന്നതെന്നുള്ളതാണ്. ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ഫോർ ഫുൾ ഡെപ്ത് റിക്ലമേഷൻ ഇൻ ഏരിയാസ് വേർ ദ ഫ്രീസ് തോ സൈക്കിൾ ഈസ് എക്സസീവ്. ഞാൻ പറഞ്ഞു, ഫ്രീസ് തോ സൈക്കിൾ എക്സസീവായിട്ട് വരുന്ന അങ്ങനെ കോൾഡ് ക്ലൈമറ്റ് നിലനിൽക്കുന്ന ഏരിയാസിലാണ് കൂടുതലായിട്ടും കോമൺ ആയിട്ടും നമ്മൾ ഈ ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ്സ് എഫക്റ്റീവ്നെസ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് അഫിനിറ്റി ഫോർ വാട്ടർ ആൻഡ് ഇറ്റ്സ് ഫ്രീസ് റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാനുള്ള മെയിൻ റീസൺ എന്താണ്? ഇറ്റ്സ് അഫിനിറ്റി. 2 ഫാക്ടേഴ്സാണ്. ഒന്ന്, ഇറ്റ്സ് അഫിനിറ്റി ഫോർ വാട്ടറിനോടുള്ള ആ ഒരു അഫിനിറ്റി, വാട്ടറിന് ഇത് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇറ്റ്സ് അഫിനിറ്റി ഫോർ വാട്ടർ ആൻഡ് ഇറ്റ്സ് എ ഫ്രീസ് റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഫ്രീസിങ് ആക്ടിവിറ്റി ഇത് റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നത്. Calcium draws water from the atmosphere and the treated base remains moist and eliminates the need for added water during compaction. അതായത് ഈ നമ്മുടെ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടല്ലോ, ഈ കാൽസ്യം എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയിസ്റ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയിസ്റ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഈ ബേസിനെ കുറച്ചൊരു മോയിസ്റ്റായിട്ട്, ഒരുപാടല്ല കുറച്ച് മോയിസ്റ്റായിട്ട് നിലനിർത്തുകയും കോമ്പാക്ഷനെ പിന്നെ അതായത് നമ്മൾ കോമ്പാക്ഷൻ ടൈമിൽ വാട്ടർ ആഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായത് അത് ഇത്തിരി ഒന്ന് മോയിസ്റ്റായി നിൽക്കും. ബേസ് എന്ന് പറയുന്നത് കോമ്പാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ കണ്ടൻറ്റ് അവിടെ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ഈ കാൽസ്യം വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന കാരണം. ദ കാൽസ്യം ക്ലോറൈഡ് ലോവേഴ്സ് ദ ഫ്രീസിങ് പോയിൻറ്റ്. അതുപോലെ തന്നെ ഫ്രീസിങ് പോയിൻറ്റിനെ കുറയ്ക്കുന്നു. ഫ്രീസിങ് പോയിൻറ്റിനെ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം എന്തെന്നാ 0 ഡിഗ്രിയിൽ ഐസ് ആകുമായിരുന്നൊരു കണ്ടീഷനാണ്. പക്ഷേ നമ്മൾ കാൽസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് -4 ഡിഗ്രിയിലേ അത് എന്താവുന്നുള്ളൂ, ഫ്രീസിങ് പോയിൻ്റ് അറ്റൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഐസ് ആകുന്ന കണ്ടീഷനെ കുറേ കൂടി നമുക്ക് ഡിലേ ചെയ്യിക്കാൻ പറ്റുന്നു. This results in reducing the freeze-thaw cycles and a more stable and dense base. മനസ്സിലായല്ലോ. Ultimately, calcium chloride offers greater base density, increased load-bearing strength and a better surface uniformity. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ഒരു കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ട് കാൽസ്യം ക്ലോറൈഡ് സ്റ്റെബിലൈസേഷൻ കാരണം എന്തെല്ലാം സംഭവിക്കുന്നു? ബേസ് ഡെൻസിറ്റി കൂടുന്നു, ലോഡ് ബെയറിംഗ് സ്ട്രെങ്ത് കൂടുന്നു, അതുപോലെ സർഫസ് യൂണിഫോമിറ്റിയും ബെറ്റർ ആകുന്നു. In full depth reclamation, the pulverized aggregate is coated with the liquid calcium chloride to bind the particles in a solid base layer. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഈ അഗ്രിഗേറ്റിന് ചുറ്റും ഒരു കോട്ടിംഗ് ആയിട്ട് ഈ ലിക്വിഡ് കാൽസ്യത്തിൻ്റെ ലെയർ ഫോം ചെയ്ത് പാർട്ടിക്കിൾസിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്ന കാരണം ഒരു സ്ട്രോങ് ബേസ് ലെയറും നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ് കണ്ടോ, സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കാണിച്ചേക്കുന്നേ ഉള്ളൂ. ഇനി അടുത്തയാണ് ഇത്രയേ ഉള്ളൂ ലിക്വിഡ് കാൽസ്യം ക്ലോറൈഡ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ബിറ്റുമിനസ് സ്റ്റെബിലൈസേഷൻ. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇറ്റ്സ് ആൻ എഫക്റ്റീവ് മെത്തേഡ് വൈഡ്ലി യൂസ്ഡ് ബിറ്റുമിനസ് മെറ്റീരിയൽസ്. ബിറ്റുമിൻ്റെ പല ഫോംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് നോൺ അക്വസ് സിസ്റ്റം ഓഫ് ബിറ്റുമിൻ. ബിറ്റുമിനസ് സ്റ്റെബിലൈസേഷനിൽ 3 ബിറ്റുമിൻ്റെ പല ഫോംസ് ആണ് ഇതൊക്കെ. പിന്നെ അസ്ഫോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് പെട്രോളിയം. അതുപോലെ ടാർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ, ഓയിൽ, പീറ്റ് ആൻഡ് വുഡ്. അപ്പോൾ ഈ 3 മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിറ്റുമിനസ് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ് ബിറ്റുമിനസ് മെറ്റീരിയൽസ്? ബിറ്റുമിൻ, അസ്ഫോൾട്ട്, ടാർ. ബിറ്റുമിൻ, അസ്ഫോൾട്ട്, ടാർ. അപ്പോൾ അതിനകത്ത് ബിറ്റുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോൺ അക്വസ് സിസ്റ്റം. അസ്ഫോൾട്ട് എന്താണ്? പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് പെട്രോളിയം. ടാർ എന്താണ്? ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ, ഓയിൽ, പീറ്റ് ആൻഡ് വുഡ്. അത്രയും പഠിച്ചു വെക്കുക. In cohesionless soil, bituminous materials stabilize the soil by binding the soil particles together. അതായത് കോഹിഷൻലെസ് സോയിൽ ആണെങ്കിൽ, കോഹിഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സാൻഡ്, ഗ്രാവൽ, അങ്ങനെയുള്ള കോസ് പാർട്ടിക്കിൾസ്. കോഹിഷൻലെസ് സോയിൽ ബിറ്റുമിനസ് മെറ്റീരിയൽസ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോയിൽ പാർട്ടിക്കിൾസിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. കൊഹസീവ് സോയിലാണെങ്കിലോ, കൊഹസീവ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്താണ്? ക്ലേയി സോയിൽ. കൊഹസീവ് സോയിലാണെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് സോയിൽ ഫ്രം ദ ഡിറ്റീരിയസ് എഫക്റ്റ് ഓഫ് വാട്ടർ. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കൊഹസീവ് സോയിലാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വാട്ടറിൻ്റെ എഫക്റ്റ് കുറച്ചായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ലെയർ ഫോം ചെയ്യുന്നു പറഞ്ഞു, ഇതിനെ കോട്ട് ചെയ്ത് വെക്കുന്നു. അങ്ങനെ കോട്ട് ചെയ്ത് വെക്കുന്ന കാരണം വാട്ടറുമായിട്ടുള്ള ഒരു ആ ഇൻട്രാക്ഷൻ ഇത്തിരി ഒന്ന് കുറയുന്നു. അങ്ങനെയാണ് കൊഹസീവ് സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ബിറ്റുമിൻ സ്റ്റെബിലൈസേഷൻ ഹാസ് ബീൻ വിത്ത് അസ്ഫോൾട്ട്. നമ്മൾ ഈ ബിറ്റുമിനസ് മെറ്റീരിയൽസ് 3 ടൈപ്പ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത് ഏതാണ്? അസ്ഫോൾട്ടാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോയിൽ സ്റ്റെബിലൈസ്ഡ് വിത്ത് അസ്ഫോൾട്ട് ഈസ് നോൺ ആസ് സോയിൽ അസ്ഫോൾട്ട്. ഇപ്പോൾ നമ്മൾ സോയിൽ സിമെൻറ്റ് പറഞ്ഞു, സിമെൻറ്റ് സ്റ്റെബിലൈസ്ഡ് സോയിലിനെ നമ്മൾ സോയിൽ സിമെൻറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അസ്ഫോൾട്ട് യൂസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത സോയിലിനെ നമ്മൾ എന്ത് പറയുന്നു? സോയിൽ അസ്ഫോൾട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ മൊഡ്യൂളിൽ. അപ്പോൾ നമുക്ക് 3rd മൊഡ്യൂളും കംപ്ലീറ്റ് ആയി. താങ്ക് യു.